പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, തിരുവോസ്തുരൂപനായി അങ്ങ് ഞങ്ങളുടെ കൂടെയായിരിക്കുമ്പോൾ ഈ 3 മണി സമയം നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യവംശത്തെ മുഴുവനും വീണ്ടെടുക്കുവാനായി കാൽവരിയിൽ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത്, അങ്ങ് സഹിച്ച എല്ലാ വേദനകളെയും ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് അങ്ങയുടെ സ്നേഹത്തെയും കാരുണ്യത്തെയും സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരുന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, വചനത്തിൽ അങ്ങ് അരുളി ചെയ്തതുപോലെ അതിൻ്റെ പൂർത്തീകരണം ഞങ്ങൾ കൃത്യമായും ചരിത്രത്തിൽ കാണുന്നുണ്ട്. 103 സങ്കീർത്തനം പറയുന്നത് പോലെ കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. വീണ്ടും 103 സങ്കീർത്തനത്തിൻ്റെ 17 തിരുവചനം പറയുന്നു, എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. അതായത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹമൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട്, കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് ഈശോ ഓരോ നിമിഷവും നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചവർ അവരൊരിക്കലും ആ ഒരു സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അവർക്കതിനേക്കാൾ വലിയ ഒരു സന്തോഷം, ആ ഒരു വലിയൊരു സൗഭാഗ്യമൊന്നും വേറെ ഒരിടത്തും കാണാൻ പറ്റത്തില്ല. അതുപോലെ ഈശോയുടെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ. ദമാസ്കസിലേക്ക് പോകുന്ന വഴി തന്നെ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ലക്ഷ്യം വെച്ചിരുന്ന എല്ലാം മാറ്റിവെച്ച് തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചൊരു വ്യക്തിയാണ് പൗലോസ്ലീഹ. ഗലാത്യക്കാർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് കൃത്യമായിട്ടും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് എൻ്റെ ജീവിതം, എൻ്റെ സാക്ഷ്യമാണ്, ജീവിത സാക്ഷ്യമാണ് നിങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. കാരണം അവിടെ കൃത്യമായിട്ടും പറയുകയാണ്, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത എൻ്റെ ദൈവം, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിലാഷം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാം, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അപ്രകാരമുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്ക്, ബോധ്യത്തിലേക്ക് വളരുന്ന പൗലോസ്ലീഹയെ കാണാൻ പറ്റും. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ സഹനങ്ങൾ, കഷ്ടതകൾ, വേദനകൾ അനുഭവിച്ചതായിട്ട് ആ വചനത്തിൽ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ സഹനങ്ങളെ ഏറ്റെടുക്കുന്ന പൗലോസ്ലീഹയെ കാണാൻ പറ്റും.
ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യമാണ്, ആർക്കാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ പറ്റുക? ഒരു ശക്തിക്കും ഒരു സാഹചര്യത്തിനും ഒരു വ്യക്തിക്കും ഒന്നിനും എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അത്രമാത്രം ആഴമായ ഒരു വലിയ ബോധ്യത്തിലേക്ക് വളർന്ന വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച ആ ഒരു വലിയ കാരുണ്യത്തെക്കുറിച്ച് ശക്തമായിട്ട് പ്രഘോഷിക്കുന്നത് പൗലോസ്ലീഹയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ പറയുന്ന കാര്യം ഇതാണ്: നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച കരുണ തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ് ദൈവത്തിൻ്റെ കരുണ. കാരണം സ്നേഹവും കരുണയും 2 കാര്യങ്ങൾ തന്നെയാണ്. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കുന്നതാണ്. അതേ സമയത്ത് കരുണ എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാതിരിക്കുമ്പോഴും നാം അയോഗ്യരായിരിക്കുമ്പോഴും ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ പേരാണ്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിൽ ശരണപ്പെടുക എന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നതും, അതുപോലെ തന്നെ സഭയും, അതുപോലെ തന്നെ ദൈവ കരുണയുടെ ശുശ്രൂഷകളിലെല്ലാം നമ്മൾ കാണുന്നത് ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക, ക്രിസ്തുവിൽ ശരണപ്പെടുക. കാരണം ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹം കരുണയായി നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞത് യേശു ക്രിസ്തുവിലൂടെയാണ്. റോമാക്കാർക്ക് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമാണ്: നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ യാതൊരു രീതിയിലുള്ള യോഗ്യതകളും ഇല്ലാതിരുന്ന സമയത്താണ്, നമ്മൾ മരണത്തിന് വിധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നപ്പോഴാണ്. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം ബലഹീനരായിരിക്കെ, നാം പാപികളായിരിക്കെ, വീണ്ടും നാം ശത്രുക്കളായിരുന്നപ്പോൾ, അതായത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ട് പാപം മൂലം ദൈവവുമായിട്ടൊരു ശത്രുതയിലായിരുന്ന സമയത്ത് നമ്മളെ വീണ്ടെടുക്കുവാനായി ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് ദൈവം യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവംശത്തോട് കാണിച്ച ഏറ്റവും ശക്തമായ ആ കാരുണ്യം. ഇത് തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ പറയുന്നത്, ഇനി ഞാൻ ജീവിക്കുന്നില്ല, എൻ്റെ അഹംഭാവം, അഹങ്കാരം അതൊന്നുമല്ല, അതിനൊരു പ്രസക്തിയില്ല. മറിച്ച് ഇനി എൻ്റെ ജീവിതത്തിൽ മുഴുവനും ക്രിസ്തുവാണ്. കാരണം ഇതുപോലെ എന്നോട് കരുണ കാണിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ള കാര്യം കൃത്യമായിട്ടും പൗലോസ്ലീഹ വിളിച്ചു പറയുന്നുണ്ട്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈശോ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചെയ്യുന്ന ഈ ഒരു വലിയ കാരുണ്യം നമ്മൾ ഉറക്കെ പ്രഘോഷിക്കേണ്ടവരാണ്. അതൊരിക്കലും മൂടി വെക്കാനോ മറച്ചു വെക്കാനോ ഉള്ള കാര്യമല്ല, മറിച്ച് അത് മനസ്സിലാക്കി അത് പ്രഘോഷിക്കുന്നവനായിട്ട് മാറണം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുക, അവനെ കണ്ടുമുട്ടുന്നത് ശവക്കല്ലറകളിലാണ്. അതായത് വിജാതിയുടെ സ്ഥലമായ ഗെരസേനരുടെ നാട്ടിലാണ് അവനായിരിക്കുക. അവനെ ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവനെ തളയ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അത്രമാത്രം അസ്വസ്ഥനും അതുപോലെ തന്നെ വിരൂപമായിട്ടുള്ള രൂപമായിട്ടാണ് അദ്ദേഹം ആ പിശാച് ബാധൻ അവിടെ നിൽക്കുക. അതേസമയത്ത് ഈശോ അവനിൽ നിന്ന് പിശാച് ആ ബാധയെ ഒഴിപ്പിച്ച് കഴിയുമ്പോൾ അവനെ മറ്റുള്ളവർ കണ്ടുമുട്ടുന്നത് അവൻ സുബോധത്തോടെ ഇരിക്കുന്നവനായിട്ടാണ്. അതായത് അവൻ സൗഖ്യം പ്രാപിച്ച് അവൻ്റെ ജീവിത രീതി എല്ലാം മാറി, സാധാരണ ജീവിതം പോലെ ആയി മാറി. എന്നിട്ട് ഈശോ അവനോട് പറയുന്ന കാര്യമാണ് 19-ാമത്തെ തിരുവചനം പറയുന്നു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കും. ഒരു വലിയ ദൗത്യം ആ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അതായത് എപ്രകാരമാണ് കർത്താവ് നിന്നോട് കരുണ കാണിച്ചതെന്ന് നീ എല്ലാവരോടും പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ദൗത്യം, കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ദൈവം പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് നിന്നോട് ദൈവം കാണിച്ച കാരുണ്യം നീ ഉറക്കെ പ്രഘോഷിക്കുക. അത് നമ്മൾ വാക്കുകൊണ്ട് മാത്രം പ്രഘോഷിക്കുന്നവരായി മാറാതെ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം എന്നോട് കരുണ കാണിച്ചതാണ് എന്ന് പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും വാക്കുകൊണ്ടുള്ള ആ ഒരു മത്സരം മാത്രം പലപ്പോഴും സംഭവിക്കാറുണ്ട്.
അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് എന്നോട് കരുണ കാണിച്ച ഈ ജീവിതമാണ് എൻ്റേത് എന്ന് മനസ്സിലാക്കി അത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു മറുരൂപമായിട്ട് മാറുവാൻ എൻ്റെ ജീവിതത്തിന് സാധിക്കണം. അത് ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നവരോട് കർത്താവ് കരുണ കാണിച്ചതുപോലെ, സ്നേഹിച്ചതുപോലെ, അനുകമ്പയോടെ പെരുമാറിയതുപോലെ പെരുമാറാനായിട്ട് എനിക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഞാൻ കാണുമ്പോൾ അത് ഉയർത്തിപ്പിടിച്ച് പെരുപ്പിച്ച് കാണിച്ച് അതിലൂടെ അവരെ തകർക്കുന്ന ഒരു സ്വഭാവത്തിനല്ല, മറിച്ച് ദൈവം കരുണ കാണിച്ചതുപോലെ അവരോട് സ്നേഹത്തോടെ, കരുണയോടെ, അനുകമ്പയോടെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഒരു പുഞ്ചിരി മതിയായിരിക്കും അവരെ വീണ്ടും തെറ്റിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട്. അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ളൊരു വാക്ക് മതിയായിരിക്കും. പലപ്പോഴും നമുക്കത് സാധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം, സ്വാർത്ഥമായ കാര്യങ്ങളിൽ മുഴുകിപ്പോകുമ്പോൾ പലപ്പോഴും കരുണ കാണിക്കാൻ നമ്മൾ മറന്നുപോകും. പ്രിയപ്പെട്ടവരെ, ഓരോ കരുണയുടെ തിരുമണിക്കൂറിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ കരുണയുടെ മുഖങ്ങളായിട്ട് മാറാൻ വേണ്ടിയാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കരുണയുള്ള ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ ആയിരുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന ആ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, നിന്റെ കൂടെ ഉണ്ടാകുമെന്നരുളി ചെയ്ത് വാഗ്ദാനം ചെയ്ത് ഉറപ്പിച്ച ആ ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ നിയോഗങ്ങൾ. ഈശോയെ, പാപത്തിൻ്റെ അവസ്ഥയിൽ വീണു പോയിട്ടുണ്ടെങ്കിലും നിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്കുള്ള രക്ഷ. ആ ഒരു വലിയ ബോധ്യത്തോടെ നിന്റെ കരുണയിലേക്ക് ഞങ്ങൾ വരും. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും മുൻപോട്ടുള്ള ജീവിതത്തെ എല്ലാം കർത്താവെ നിന്റെ കരുണയിൽ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഒത്തിരിയേറെ ആളുകൾ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം പ്രത്യേകം സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന മക്കൾ, ഒത്തിരിയേറെ ദമ്പതിമാർ, അവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലവർഷക്കെടുതിയുടെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ, എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകം മുഴുവനെയും അങ്ങയുടെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം ഈശോയെ അങ്ങയുടെ മുമ്പിൽ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ധ്യാനത്തെയും വരും ദിവസങ്ങളിൽ നടക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തെയും എല്ലാം പ്രത്യേകം സമർപ്പിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവെ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.